ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഓവനൊന്നും വേണ്ട, ഓവൻ ഇല്ലാതെയാണ് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. നല്ല എരിവൊക്കെയുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ബൗൾ എടുക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് നല്ല ഫൈനായിട്ട് പൊടിച്ച റവയാണ് ചേർക്കുന്നത്. നിങ്ങൾക്കിത് മൈദ വെച്ച് തന്നെ ഈ പഫ്സ് റെഡിയാക്കാം കേട്ടോ. സാധാരണ മൈദയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് റവ എടുത്തതാണ്. അപ്പോൾ കുറേ പേർക്ക് മൈദ വേണ്ട, വേറെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് വെച്ച് തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ റവ എടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5 കപ്പ് മൈദ തന്നെ വെച്ച് ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും എന്നേ ഉള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചൂട് പാൽ വേണം ഇതിൽ ഒഴിച്ച് കുഴച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാൽ തന്നെ എടുക്കുന്നുണ്ട്. 1 കപ്പ് പാൽ നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നിങ്ങൾ ഇത് കുഴയ്ക്കുന്ന സമയത്ത് ലൂസായിട്ട് തോന്നും, അത് കുഴപ്പമില്ല. റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പം അത് നല്ലൊരു കറക്റ്റ് പരുവായിട്ട് നമുക്ക് കിട്ടിക്കോളും. കറക്റ്റ് 1 കപ്പ് പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്ത് നമുക്കിതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം 1 മണിക്കൂറോളം ഒന്ന് മാറ്റി വയ്ക്കണം. 1 മണിക്കൂറിന് ശേഷം ഞാൻ മറ്റൊരു പാൻ അടുപ്പിലേക്ക് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. എന്നിട്ട് ഒരു 3 ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്, അതുകൂടി ഇതിലേക്ക് ഇട്ടൊന്ന് വാട്ടിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും അതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഒരു പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെയൊക്കെ അളവ് നോക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് നല്ലൊരു ഗോൾഡൻ നിറത്തിൽ വരുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അതായത് ഈ സൈഡ് ഇതിൻ്റെ അടിഭാഗമൊക്കെ അത് ഇതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങിട്ടങ്ങ് മൂപ്പിച്ച് കറുപ്പിച്ചെടുക്കരുത്. ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ നിറം ആകുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും ചേർക്കുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ കുറച്ച് പെരുംജീരകം അല്ല ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുക. അപ്പം ഞാനിപ്പോൾ ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ പച്ച ചുവപ്പൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വേണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ അല്ല ഒരു 1/2 ടീസ്പൂൺ മതിയാവും. 1/2 ടീസ്പൂൺ അളവിൽ സോയാ സോസും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഈസി ആയിട്ട് അടുത്ത കടകളിലും ഇപ്പോൾ കിട്ടുന്ന ഒരു ഐറ്റമാണ് ടൊമാറ്റോ സോസ് സോയാ സോസൊക്കെ. അത് മാത്രമല്ല ഇത് ചെറിയ പാക്കറ്റിലാണ്. ചെറിയ പാക്കറ്റ് മേടിച്ചാൽ മതി, കാരണം നമ്മൾ എപ്പോഴും ഒന്നും യൂസ് ചെയ്യത്തില്ലല്ലോ. കടകളിലൊക്കെ ആണെങ്കിൽ വലുത് മേടിച്ച് വെച്ചാൽ അവർക്കത് ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ മേടിച്ച് വെക്കുമ്പം ഇതുപോലെ ചെറിയ പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ മേടിച്ച് വെക്കുക. അപ്പോൾ ഇതേ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മസാല നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒരു സൈഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഡോ നമുക്ക് എടുക്കാം. കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. റവ ആയതുകൊണ്ടാണ് ഇത്രേ പൊങ്ങിയിട്ടുള്ളൂ. സാധാരണ നമ്മൾ മൈദ ആണെങ്കിൽ നന്നായിട്ട് ഈ ബന്ന് പൊങ്ങി വന്നേനെ. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് ഇതുപോലെ 2 ബോൾസ് ആക്കി എടുക്കണം. വലിയ ടൈപ്പിലുള്ള ബോൾസ് ആക്കി എടുക്കാനുള്ള അളവിൽ ഇതുപോലെ ചെയ്തെടുക്കുക. ഇതിൽ നിന്നും ഈ ചെറുതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഈ വലുതെടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ കൂടി ഇതുപോലെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഏതിലാണോ വേവിച്ചെടുക്കാൻ പോകുന്നത് ആ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് നേരത്തെ വച്ചിരിക്കുകയായിരുന്നു. ഇതിനുള്ളിലേക്കാണ് നമ്മളിത് വച്ച് കൊടുക്കുന്നത്. ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത്, എന്നിട്ട് വേണം ഇത് വച്ച് കൊടുക്കാൻ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഈ സൈഡിൽ നിന്നും ഈ പൊക്കം കൂടിയ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഞാൻ കറിവേപ്പില കൂടി ഇട്ടിട്ടാണ് അടച്ചു വെച്ചത്. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇടുമ്പോൾ കുറച്ച് നല്ലൊരു അതിൻ്റെ കൂടി ഫ്ലേവർ വരും. അപ്പോൾ അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ലെവലാക്കി വെച്ച് കൊടുക്കുക. അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ രണ്ടാമത് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഡോയിൽ, ചെറിയ ഡോ, അതിലേക്ക് കുറച്ചുകൂടി മൈദ വിതറിയിട്ട് നമുക്കിത് സാധാരണ പരത്തുന്ന പോലെ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കണം. നല്ലൊരു റൗണ്ട് ഷേപ്പിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെടുത്തിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ സൈഡിലെല്ലാമായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നല്ലപോലെ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് സൈഡിലും ഇതുപോലെ അങ്ങ് വെള്ളം വെച്ചിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് മടക്കി അങ്ങ് കൊടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് അത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്രസ് ചെയ്യുന്നത്. ഈ എല്ലാ സൈഡിലും നമുക്കിത് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നേരെ നമുക്ക് അടുപ്പിലോട്ട് പോവാം. ഞാൻ ഒരു ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ടോപ്പിലായിട്ട് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാ ആകെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. കണ്ടോ, ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇതുപോലെ ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊങ്ങി വരും പോലെ ചിലപ്പോൾ പൊങ്ങി വരും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർക്ക് വെച്ച് ഇതുപോലെ കുത്തി കൊടുക്കുന്നത്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഇതുപോലെ അങ്ങ് കമത്തി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തിരിച്ചിടാൻ പറ്റും. പൊട്ടിപ്പോവാതൊക്കെ നന്നായിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം വീണ്ടും ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. വീണ്ടും നമ്മൾ നേരത്തെ ഓയിൽ ഒഴിച്ച പോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വീണ്ടും ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ സ്പൈസി ആയിട്ടുള്ള പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി പുറത്തെടുക്കാം. പുറത്തെടുത്തതിന് ഞാൻ പ്ലേറ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പുറത്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ കൂടി നോക്കാം. ഞാൻ തിരിച്ച് വെച്ചിട്ടുണ്ട്, എന്നിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.